പതിറ്റാണ്ടുകൾ ബന്ധമുള്ള ഒരു നേതാവാണ് ജി സുധാകരൻ. പാർട്ടിയുമായി ഇടഞ്ഞിപ്പോൾ സ്വതന്ത്രനായി മത്സരിക്കാൻ ഒരുങ്ങുകയാണ്. ആണോ? ഞാൻ ശ്രദ്ധിച്ചില്ല. പ്രഖ്യാപിച്ചോ? വലിയ രീതിയിൽ അദ്ദേഹം പാർട്ടി നേതാക്കളെ വിമർശിക്കുന്നുണ്ട്. ഉണ്ടോ? ആ, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഗുണ്ടകളെ ഉപയോഗിച്ച് അച്ഛനെ വരെ വിളിച്ചു എന്നുള്ളതാണ്. ഗുണ്ടകളെ ഉപയോഗിച്ച് അച്ഛനെ വരെ വിളിപ്പിച്ചു എന്നാണ് ആള് പറയുന്നത്. അസഭ്യം പറയിച്ചു എന്ന് അദ്ദേഹത്തിന് അച്ഛനെ വിളിപ്പിച്ചു ചില ആളുകൾ, പാർട്ടിയുടെ കേഡർമാരായിട്ടുള്ള ആളുകൾ, നേതാവായിട്ടുള്ള അച്ഛനെ വിളിക്കുന്ന അങ്ങനെയൊന്നും നമ്മുടെ പാർട്ടിയുടെ ആളുകളിലൊന്നും അയാളുടെ പിതാവിനെ വിളിച്ച് അസഭ്യമൊന്നും പറയല്ല. അതൊന്നും ഞങ്ങളുടെ സംസ്കാരമല്ല, ഞങ്ങൾ ചെയ്യത്തുമില്ല. പിന്നെ ജെ സുധാകരൻ മത്സരിക്കുകയോ മത്സരിക്കാതിരിക്കുകയോ ചെയ്യേണ്ടത് അയാളുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അതിപ്പോൾ പതിറ്റാണ്ട് ബന്ധമുള്ളതെന്ന് പറഞ്ഞാൽ എത്രയോ പേര് വലിയ ബന്ധമുള്ളവർ ഈ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയില്ലേ? ചിലരെ ഞങ്ങൾ പുറത്താക്കേണ്ടി വന്നിട്ടില്ലേ? അതുകൊണ്ട് ഞങ്ങൾക്കെന്നാ, ഞങ്ങൾ പ്രസ്ഥാനം മുന്നോട്ട് പോകും. എം എം മണി ഇതിൽ നിൽക്കുമ്പം വലിയ പുള്ളിയാണ്. ഇതിൽ നിന്ന് വിട്ടുപോയാൽ പോകാം, ഷൂവാണ്. അതിപ്പോൾ എനിക്കറിയത്തില്ല. അവിടുത്തെ കാര്യങ്ങൾ, ആലപ്പുഴയിലെ കാര്യം അവരാ പറയുന്നത്. ആലപ്പുഴ എന്നാലും അയാൾ പ്രസ്ഥാനം വിട്ടൊന്നും പോകുന്നതൊന്നും ശരിയല്ല. അല്ലാതെ മത്സരിക്കുന്നതൊക്കെ തെറ്റാണ്. അയാൾ മന്ത്രിയായിരുന്ന ആളാണ്, ദീർഘനാൾ പാർട്ടിയുടെ സെക്രട്ടറി എന്ന് വേണ്ട. വൈകാരികമല്ല, അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. അതെന്തിനാ അങ്ങനെ പറയുന്നത്? അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. അതിനെയൊക്കെ പാർട്ടി നേരിട്ട് പോവുകയുള്ളൂ. പാർട്ടി അതൊന്നും ഇല്ലെന്നേ. ഇതിനു മുമ്പ് എത്ര പേരെ പുറത്താക്കി. എന്നിട്ട് ഈ പാർട്ടിക്ക് എന്തു പറ്റി? അവിടെയൊക്കെ പേരിപ്പോൾ പറയുന്നത് മര്യാദകേടായോണ്ടാണ് ഞാൻ പറയാത്ത പുറത്താക്കിയവർ. പിന്നെ അല്ലാണ്ട് ഇപ്പം ഇതിനകത്ത് പിടിച്ചു നിർത്തിയിട്ടില്ല, കെട്ടിയിട്ടില്ലാരെയും. എം എം മണിക്ക് ഇതിനകത്ത് തുടരാം, വേണ്ട പോകാം. അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ എം എം മണിക്കുണ്ട്. പറഞ്ഞു മനസ്സിലായി. ഇതിനകത്ത് കെട്ടിയൊന്നും വെക്കല്ല, പാർട്ടിക്കകത്ത് അയാൾ എം എൽ എ, എം പി, മന്ത്രിയും എല്ലാം ആയതല്ലേ. 63 വർഷം പാർട്ടിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാളാണ്. അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. പ്രസ്ഥാനം മുന്നോട്ട് പോകും. പോകുന്ന പോക്കാ. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി എല്ലാം നൽകിയ ഒരാളല്ലേ. അങ്ങനെ ഒരാൾ പോകുമ്പോഴത്തേക്ക് അത് പാർട്ടി എല്ലാം ഒന്നും നൽകിയ കാറൽ മാർക്സും എംഗൽസും എല്ലാം നൽകിയത്. കാറൽ മാർക്സ്, എംഗൽസ്, പിന്നെ എങ്ങനെ നോക്കിയാൽ EMS ഒരുപാട്, ഇന്ത്യയിലെ പി സുന്ദരയ്യ, അവിടെയൊക്കെ വലിയ സംഭാവന ചെയ്ത് ഈ പ്രസ്ഥാനമാക്കിയവരാണ്. അതിനകത്ത് ഈ സുധാകരനും എം എം മണിയും ഇന്നുള്ള പാർട്ടിയുടെ ഞങ്ങളുടെ നേതാക്കന്മാരും ഒക്കെ അതിനൊക്കെ താഴെ പിന്നീട് വന്നവരാണ്. ഓരോരുത്തരും അവരുടേതായ സംഭാവന ചെയ്തിട്ടുണ്ടാവും. എം എം മണി എനിക്ക് പറ്റുന്ന സംഭാവന ഞാൻ ചെയ്തിട്ടുണ്ട്. കേൾക്കുന്നേ, അതൊന്നും ഒരു കുഴപ്പമില്ലെന്നേ. അവിടെ എന്താ പറയുക, അതൊക്കെ പാർട്ടി നേരിടും. അത്ര എം എം മണിയെ MLA ആക്കി 10 വർഷം മന്ത്രിയാക്കി ഇടുക്കി ജില്ലയിൽ നിന്ന്. ആദ്യം ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഞാനാ മന്ത്രിയാക്കി. എന്നും ഇപ്പൊ എന്നെ മന്ത്രിയാക്കാൻ പറ്റുമോ? അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല, അങ്ങനെ ഒരു ആഗ്രഹം. അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന അതിർത്തിയാണ്. എനിക്കൊരു അതിർത്തിയില്ല. അതിപ്പോ ജനങ്ങൾ ആഗ്രഹിക്കുന്നതിനനുസരിച്ച് പാർട്ടിക്കാർക്ക് ചെയ്യാൻ പറ്റുമോ? ആളുകൾ ഇങ്ങനെ എന്തെല്ലാം ആഗ്രഹിക്കുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പാർട്ടിയുടെ തീരുമാനം പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. അത് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതിനനുസരിച്ച് തന്നെ പോകാൻ പറ്റുമോ? അതൊക്കെ അവിടെ പാർട്ടി നേരിടും. നിങ്ങളീ ഉദ്ദേശിക്കുന്നില്ല. ഞാനിപ്പോൾ പാർട്ടിയിൽ നിൽക്കുമ്പം വലിയ പുള്ളിയാണ്. എം എം മണിയാണ്, MLA ആണ്, നേരത്തെ മന്ത്രിയാണ്, 40 വർഷമായി സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ്, 28 വർഷം ജില്ലാ സെക്രട്ടറിയാണ്. ഇടുക്കി ജില്ലാ പാർട്ടിക്ക് ഞാൻ എൻ്റെ സംഭാവന ചെയ്തതാണ്. പക്ഷെ നാളെ ഈ പ്രസ്ഥാനം വിട്ട് പോയെന്നാൽ ഞാൻ പോക്കാം, എൻ്റെ കാര്യം. ഇപ്പം ജീവിച്ചിരിക്കുമ്പോൾ ചത്തന്ന നല്ല ചെങ്കോടിയാലും വരും, റീത്തും.
അച്ഛനെ 5 വർഷം മുമ്പ് സീറ്റ് കൊടുക്കാത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത്. ആർക്ക്? ജി സുധാകരന് സീറ്റ് കൊടുക്കാത്തതിനെ തുടർന്നാണ് ഈ പ്രശ്നങ്ങൾ. അയാൾ മന്ത്രിയായിരുന്ന ആളല്ലേ. അപ്പൊ ആവശ്യമായ അതൊക്കെ അയാളുടെ കാര്യമാണ്. അതൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. സർക്കാരിനെതിരെ വലിയ ഒരു ഈ കാര്യം പറയുന്നത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം 1000 കോടി റോഡിന് വേണ്ടി ഇറക്കിയിട്ട് 750 കോടിയുടെ നിർമ്മാണമേ നടന്നിട്ടുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ പറഞ്ഞോട്ടെ, എന്ത് പറഞ്ഞാൽ അതിനെല്ലാം ഞങ്ങൾ നേരിടും. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. അവിടെ ആലപ്പുഴ ജില്ലയിലെ പാർട്ടി എന്ന് പറയുന്നത് പുന്നപ്പറ വയലാറിൻ്റെ ചരിത്രമുള്ള പാർട്ടിയാണ്. VS അച്യുതാനന്ദനെ പോലുള്ള മഹാരഥന്മാർ, ഗൗരിയമ്മയെ പോലുള്ള ആളുകൾ നയിച്ച പാർട്ടിയാണ്. TB തോമസ്, എത്രയോ മഹാരഥന്മാർ. അവിടെ പിന്നെ സുധാകരനും പിന്നെ എന്ത് ചെയ്യാനായിനി? അത് പോകുമല്ലോ. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഹോട്ടലിലോ? അതൊക്കെ എല്ലാ കാര്യവും പാർട്ടി ചെയ്യും. പിന്നെ ഞാൻ പറയാം, ഞാനിപ്പോൾ ഈ പാർട്ടി വിടണമെന്നൊക്കെ തീരുമാനിച്ചാൽ പിന്നെ എന്നെ അനുനയിപ്പിക്കാൻ പറ്റുമോ? പോട്ടെ എന്ന് നോക്കും. പിന്നല്ല അയ്യോ അല്ലേ പിന്നെ പൊന്നെ മോനെ പോകരുതടാ അങ്ങനെ ഇതിലും കൂടുതൽ സംഭാവന ചെയ്തൊരു വോട്ട് ഞങ്ങൾക്കൊരു പുല്ലും ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാനില്ല. എത്ര പേരെ ഞാൻ ഇനി അവിടെ എല്ലാം പേര് പറഞ്ഞ് അതുങ്ങളുടെയൊക്കെ ബന്ധുജനങ്ങൾ നമ്മുടെ കൂടെയുള്ളവരാ. വഷളാക്കണ്ട. ഇതിന്ന് കളഞ്ഞോരെ ഞങ്ങൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ പ്രസ്ഥാനം മുന്നോട്ട് പോകും. ഉടുമ്പൻചോലയിൽ എങ്ങനെയായിരിക്കും ഇത്തവണ? ഉടുമ്പൻചോലല്ലേ പാർട്ടി തീരുമാനിക്കുന്ന നാളെ സ്ഥാനാർത്ഥിയാക്കും. പോകും. ഏത്? പക്ഷെ കഴിഞ്ഞ 10 വർഷമാണ് ആ മണ്ഡലത്തിന്റെ മുഖച്ഛായ മാറിയത് എന്ന് ജനം വിലയിരുത്തുന്നത്. സ്വാഭാവികമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് വിലയിരുത്തപ്പെടില്ലേ? ആളുകൾ അത് വിലയിരുത്തില്ലേ? വിലയിരുത്തിക്കോട്ടെ. LDFന് അനുകൂലമായി വോട്ട് ചെയ്തോട്ടെ. അങ്ങനെയുള്ള ആളുകൾ മണിയാസൻ ഒരു തവണ കൂടെ വരണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ലല്ലോ. അവർക്ക് ആഗ്രഹം എങ്ങനെ വേണേലും ആകാമല്ലോ. ആര്? ജയചന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിയാകുമെന്ന് ഇതുവരെ പാർട്ടി പ്രഖ്യാപിച്ചിട്ടില്ല. എനിക്കറിയില്ല, എൻ്റെ ശ്രദ്ധയിലില്ല. ഉണ്ടോ?